ഇന്ന് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ഇന്നത്തെ റെസിപ്പി. വളരെ എളുപ്പം തയ്യാറാക്കാം. ഇതിന് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് റവയും തക്കാളിയും ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദോശ. അപ്പോൾ അതിലേക്കായിട്ട് ആവശ്യമുള്ളത് റവ വേണം, അരിപ്പൊടി വേണം, ഗോതമ്പ് പൊടി വേണം. അപ്പോൾ ഇവിടെ ഞാൻ അരിപ്പൊടിയും റവയും സമം എടുത്തിട്ടുണ്ട്. അതായത് അരക്കപ്പ് വീതം എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊപ്പോർഷനിലാണ് ഞാൻ ഈ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അളന്ന് വച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും 3 സാധനങ്ങൾ മതി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബേസിന്. ഇപ്പം എക്സ്ട്രാ സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ദോശ തയ്യാറാക്കാം. അപ്പം നമ്മൾ മുമ്പ് ഒന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ദോശ നല്ല നീറ്റായിരിക്കണം, ഡിസ്റ്റർബൻസ് ഒന്നും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത തക്കാളിയാണിത്. അതിലേക്ക് ഇത് ഇഞ്ചിയും 2 വറ്റൽമുളകും കൂടി അരയ്ക്കുകയാണ്. എരിവ് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 2 മുളക് ചേർക്കുന്നുള്ളൂ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്ററിൽ ഈ മാവിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഈ അരച്ച സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കട്ടയൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൂടെ ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്ന കാരണം എരിവ് അതിനനുസരിച്ചുള്ളൊരു ബാലൻസ് കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു സവാളയാണ്, ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. കറിവേപ്പില വേണം. അപ്പോൾ ഈ ഒരു ദോശ നമുക്ക് ഡിന്നറിനോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിനോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. ഞാനിവിടെ ഉപ്പിൻ്റെ പൊടിക്ക് പകരം ഉപ്പിൻ്റെ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. വളരെ സ്വാദിഷ്ടമായ ഒരു ദോശയാണിത്. നമുക്ക് വേറെ പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല. വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശ. അപ്പോൾ മാവൊന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റവയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും തക്കാളിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഈ ദോശ. പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല ഈ ദോശ കഴിക്കാൻ വേണ്ടി. ടൊമാറ്റോ സോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ദോശയാണിത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്, ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കുന്നുണ്ട്. അതിന് കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് കൂടുതലായിട്ട് വേണം, കാരണം ഇത് ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ റവ ദോശ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം നമുക്ക് ഒരല്പം കൂടുതൽ തന്നെ നിൽക്കണം. കാരണം കട്ടിക്ക് കലക്കിയല്ല ഈ ദോശ ഉണ്ടാക്കുന്നത്. ഞാൻ ഇത് മുമ്പ് ഒരു റവ ദോശയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാം കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഈ ഒരു മാവിന്. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഇത്രയും ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഏകദേശം ഞാൻ ഈ ഒരു ബാറ്ററിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ ഒന്ന് കലക്കി വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും ഇതൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. എന്നാലേ ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് എല്ലാമൊക്കെ ഒന്ന് മിക്സായി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു 10-15 മിനിറ്റ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ചൂടുള്ള തവയിലേക്ക് ഇത് ഒഴിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ലൈറ്റാണ് ഈ ദോശ, ഹെവി ആയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓപ്ഷൻ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ചൂട് തവയിലേക്ക് ഈ ദോശ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എളുപ്പം ഇളക്കിയെടുക്കാൻ പറ്റും ദോശ. അയണിൻ്റെ തവയാണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്ന തവയിൽ വേണം ഈ ദോശ ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനെ ഹോൾസൊക്കെ വരണം. ഈ ഹോൾസൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്തൊക്കെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഒഴിച്ചിട്ട് ഈ ദോശ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റെങ്കിലും, ഒരു 3-4 മിനിറ്റ് ഒരു സിം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അപ്പോൾ അടിവശം നന്നായിട്ടൊന്ന് ഒരു ബാലൻസ് ആയിട്ട് വരും. അതല്ലെങ്കിൽ കരിഞ്ഞു പോകും കൂടുതൽ ഫ്ലെയിമിൽ വെച്ചാൽ. അപ്പോൾ ഒരു സിം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് പ്രയാസമുണ്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അത് അടിയിൽ നല്ല ക്രിസ്പി ആയാൽ മാത്രമേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ക്രിസ്പി ആയതിനു ശേഷം മാത്രം തിരിച്ചിടേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും സ്വാദിഷ്ടമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഞാനിത് എന്തായാലും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്, ഉള്ളി ഒന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ദോശയുടെ ഒരു പ്രിപ്പറേഷൻ. വളരെ സ്വാദിഷ്ടമായൊരു ദോശയാണ്. കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടമാവും. കാരണം നല്ല ടൊമാറ്റോൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇതിനകത്ത് എപ്പോഴും കിട്ടും. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തണുത്ത് പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ ഏത് സാധനം നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങൾ ചൂടായിട്ട് തന്നെ കഴിക്കണം. അപ്പോൾ ഇതിപ്പോൾ തവ ചൂടായിട്ട് എടുക്കേണ്ടതാണ്. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എപ്പോൾ ഈ ദോശ ഒഴിക്കുമ്പോഴും നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഹോൾസൊക്കെ വരണം ദോശ ഒഴിക്കുമ്പോൾ. എന്നാലേ നല്ല ക്രിസ്പി ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹോൾസൊക്കെ നമുക്ക് ഇങ്ങനെ ദോശയിലുണ്ടായി വന്നാലേ നല്ല ദോശയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വാട്ടറിൻ്റെ ലെവലൊന്ന് നോക്കിയാലേ നമുക്ക് ഈ ഒരു ഹോൾസ് ഇതിനകത്ത് കിട്ടുള്ളൂ. കുറച്ച് വെള്ളം ആയിരിക്കണം, എന്നാലേ മാവ് ഈ ഹോൾസ് കിട്ടുള്ളൂ നമുക്ക്. ഈ ഹോൾസിനകത്തൊക്കെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് ക്രിസ്പിയാക്കി എടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും ഇതൊന്ന് സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ അടിവശം ഒന്ന് മൊരിയിച്ചെടുക്കണം. അടിവശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രമേ, എന്നാൽ കരിയാനും പാടില്ല. അപ്പം നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. മൊരിഞ്ഞാൽ മാത്രമേ നമുക്കിതൊന്ന് തിരിച്ചിടാൻ വേണ്ടി നല്ല സ്മൂത്തായിട്ടൊന്ന് നമ്മുടെ ചട്ടുകത്തിൽ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ക്രിസ്പി ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നാലേ അത് നല്ല ദോശ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ക്രിസ്പി ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ തിരിച്ചിടണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം തിരിച്ചിടാതെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. എന്നാലും നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഉള്ളിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് മൊരിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ റവ ദോശ ഉണ്ടാക്കുമ്പോൾ തിരിച്ചിടാറില്ല, അങ്ങനെ തന്നെ അങ്ങ് സെർവ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഒരല്പം ഒന്ന് തിരിച്ചിട്ട് മൊരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ദോശയും കൂടെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും ഒരു സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് നമുക്ക് പ്രത്യേകിച്ചൊരു കറിയൊന്നും ആവശ്യമില്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചൂടായിട്ട് തന്നെ കഴിക്കണം, എന്നാലേ ആ ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് തേങ്ങാ ചട്നി ഒക്കെയാണ് ഞാനിതിന് സെർവ് ചെയ്യാനായിട്ട് എടുത്തത്. ഇതിലേതെങ്കിലും ഒന്ന് മതി ഇത് കഴിക്കാൻ വേണ്ടി. ടൊമാറ്റോ സോസിൻ്റെ ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റിയാണ് ഈ ദോശ. അപ്പോൾ എല്ലാവരും ഈ ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിലൊന്ന് പ്ലേസ് ചെയ്യുക. കമൻറ്റ്സ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനാസ് കിച്ചൺ. ബൈ ബൈ.